എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തന്തൂരി ചിക്കനാണ്. ഈ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ ഓവൻ്റെ ആവശ്യമില്ല, അതുപോലെ ഗ്രില്ലറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിലുള്ള പാനിലാണ് ഈ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വിറകടുപ്പ് ഉണ്ടെങ്കിൽ ആ വിറകടുപ്പിൻ്റെ കനലിൻ്റെ മുകളിൽ വെച്ച് ഉണ്ടാക്കിയാലും പാനിലുണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. വിറകടുപ്പുള്ള കനലിൻ്റെ മുകളിൽ വെച്ച് ഉണ്ടാക്കിയാൽ റംദാൻ തുടങ്ങി റംദാൻ സ്പെഷ്യലായിട്ടുള്ള തന്തൂരി ചിക്കനാണ്. ഇപ്പോൾ കഫറ്റീരിയയിൽ അതേപോലെ വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ ഫുഡ് കോർട്ടിൽ കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആ കടുകെണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കടുകെണ്ണ തന്നെയാണ് വേണ്ടത്, വേറെ ഓയിലൊന്നും ചേർക്കരുത്. അപ്പോൾ കടുകെണ്ണയിൽ ആ കടലമാവ് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല റോസ്റ്റ് ആവുന്നൊരു മണം വരുന്നവരെ നമ്മൾ ഇളക്കി അത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കടലമാവ് നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാൻ ചിക്കൻ 800 ഗ്രാമിൻ്റെ ചിക്കനാണ്. 800 ഗ്രാം എന്ന് വെച്ചാൽ തൊലിയെല്ലാം കളഞ്ഞിട്ടുള്ള വെയിറ്റാണ് 800 ഗ്രാം. 800 ഗ്രാമിൻ്റെ ചിക്കൻ 4ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസസും എടുത്തിട്ട് നമ്മൾ മീനൊക്കെ മുളക് വെട്ടുമ്പോൾ വരഞ്ഞു കൊടുക്കണ പോലെ ഈ ചിക്കനും ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ആ ചിക്കൻ്റെ ആ കാലിൻ്റെ താഴെ വശത്ത് ഒരു ഞരമ്പ് പോലെ ഉണ്ടാവും, അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റും. ഇപ്പം ഞാൻ ആ വീഡിയോ കാണിക്കുന്ന പോലെ അതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അത് പെട്ടെന്ന് ചിക്കൻ വേവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ അവിടെയെല്ലാം വരഞ്ഞു കൊടുക്കുന്നത്. അത് ഓരോ ജോയിൻറ്റിലുള്ള എല്ലിൻ്റെ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഉള്ളിലോട്ട് മസാല നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും, നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ചിക്കനിലുള്ള വെള്ളമെല്ലാം നല്ലതുപോലെ തുടച്ച് കളയുക. ഈ തന്തൂരി ചിക്കനുള്ള മസാല നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് 1/2 കപ്പ് തൈര്, പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് 2 ടീസ്പൂൺ. കസ്തൂരിമേത്തി ചെറുതായിട്ട് ചൂടാക്കിയതാണ്, 2 ടീസ്പൂൺ വേണം. കസ്തൂരിമേത്തി എങ്ങനെ ചൂടാക്കി എടുക്കണമെന്നുള്ളത് വീഡിയോ ഞാൻ എൻ്റെ മേത്തി ചിക്കനിലെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി. ടിക്ക മസാല പൗഡറാണ്. ടിക്ക മസാല പൗഡർ 2 ടീസ്പൂൺ. ടിക്ക മസാല പൗഡർ ഉണ്ടാക്കുന്നതും ഞാൻ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിന് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. ഇത് അയമോദകമാണ്, 1/4 ടീസ്പൂൺ അയമോദകം. അയമോദകം നമ്മൾ ഉള്ളംകൈയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ തിരുമും, അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ വരും. ഉപ്പ് 1/4 ടീസ്പൂൺ. ഇത് ബ്ലാക്ക് സോൾട്ട് ആണ്, ബ്ലാക്ക് സോൾട്ട് 1/2 ടീസ്പൂൺ. കടുകെണ്ണയിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കടലമാവ് ഇപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൽ നിന്ന് ഞാൻ പിഴിഞ്ഞെടുത്ത നീരാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. ആ ജ്യൂസ് ഏകദേശം 2.5 ടേബിൾ സ്പൂൺ വേണം. നാരങ്ങ നീര് 1.5 ടീസ്പൂൺ. അത് പുളിക്കനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് പപ്പായയുടെ പേസ്റ്റാണ്, കപ്പളങ്ങയുടെ പേസ്റ്റ്. അത് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അതും 1 ടീസ്പൂണാണ്. നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കിയതാണത്. ഇത് ചുക്കുപൊടിയാണ്, ചുക്കുപൊടി 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1 നുള്ള്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. എരിവും പുളിയും ഉപ്പുമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്.
അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം എന്തെങ്കിലും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമുക്ക് ചിക്കനിൽ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്ക് മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാൽ മാത്രമേ അതിനുള്ളിലോട്ട് നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ നല്ലതുപോലെ അത് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും, മസാല എല്ലാം പിടിച്ചിട്ട്. ഇപ്പോൾ മസാല എല്ലാം നല്ലതുപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് കവർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലാട്ടോ വെക്കേണ്ടത്. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ആവരുത്, ഓയിലാണ് വേണ്ടത്. ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും മതി. അപ്പോൾ അതിലേക്ക് ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് വയ്ക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അടപ്പ് തുറന്നിട്ട് നമുക്കിത് മറിച്ചിടണം. വീണ്ടും കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഓയിലോ ബട്ടർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിലും ബട്ടറും ഒഴിച്ചിട്ട് കുറച്ച് മതി, 1-2 ടേബിൾ സ്പൂൺ മതി, ഒത്തിരി ഒഴിക്കേണ്ട. വീണ്ടും കവർ ചെയ്ത് വെച്ച് കുറച്ച് നേരം വയ്ക്കുക. ഏകദേശം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ എടുക്കും ഈ ചിക്കൻ ഒന്ന് നല്ലതുപോലെ കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് തിരിച്ചും മറിച്ചിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളവും മസാലയെല്ലാം പാനിലുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ചിക്കനിൻ്റെ മുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ 2 ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ട് കനലാക്കാനായിട്ട്. ഇപ്പോൾ ചിക്കൻ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു കളറിൽ കിട്ടാൻ മതി. അപ്പോൾ ഇനി അടച്ച് വെക്കേണ്ട, ഇനി തുറന്ന് വെച്ച് തന്നെ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് എടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെന്തു നല്ല ഡ്രൈ ആയി, മസാല എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പാനിൽ നടുക്കോട്ട് ഒരു ചെറിയൊരു ബൗൾ വെച്ചിട്ട് ആ ബൗളിലേക്ക് ഞാൻ ആ ചാർക്കോൾ കത്തിച്ചെടുത്ത് വെച്ചു.
പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. അതിൻ്റെ ആ സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ആ തന്തൂരി ചിക്കൻ്റെ എല്ലാ ടേസ്റ്റുകളും കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. വിറകടുപ്പിൻ്റെ കനലിന് മുകളിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സ്മോക്കിങ് വേറെ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.